വർഷം 2017. ഹാർവാർഡ് ഒബ്സർവേറ്ററിയിലെ ഒരു ചെറിയ റൂമിൽ ജേസൺ ഡിറ്റ്മാനും ടീമും ചിലിയിലെ എർത്ത് സൗത്ത് ടെലസ്കോപ്പിൽ നിന്ന് അയച്ച ഡേറ്റ പരിശോധിക്കുകയാണ്. LHS 1140 എന്ന നക്ഷത്രത്തിന് നേരെയാണ് ഈ ടെലസ്കോപ്പ് ഉള്ളത്. ഇതൊരു റെഡ് ഡാർക്ക് സ്റ്റാറാണ്. എർത്തിൽ നിന്ന് 49 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ നക്ഷത്രം. സീറ്റസ് നക്ഷത്ര സമൂഹങ്ങളിലാണ് ഈ നക്ഷത്രം ഉള്ളത്. ഈ സ്റ്റാറിനെ ചുറ്റുന്ന ഏതെങ്കിലും പ്ലാനറ്റ് ഉണ്ടോ എന്നറിയുകയാണ് ലക്ഷ്യം. ട്രാൻസിറ്റ് മെത്തേഡാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നക്ഷത്രത്തിൻ്റെ പ്രകാശം നേരിയ തോതിൽ കുറയുന്നു. അതായത് ഗ്രാഫിൽ ഒരു ഡിപ്പ് സംഭവിക്കുന്നു. LHS 1140 ഒരു M ടൈപ്പ് റെഡ് ഡാർക്ക് സ്റ്റാർ ആയതിനാൽ ഭൂമിക്ക് സമാനമായ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹമെങ്കിലും ഉണ്ടാവുമെന്നാണ് ജേസൺ കരുതുന്നത്. ഇതിനായി മാസങ്ങളായി അവർ നിരീക്ഷണം തുടങ്ങിയിട്ട്. സ്റ്റാറിൻ്റെ ഡേറ്റ അവർ കമ്പ്യൂട്ടറിൽ പരിശോധിക്കുകയാണ്. പെട്ടെന്നാണ് അവർ അത് കണ്ടത്. ഗ്രാഫിൽ ചെറിയൊരു ഡിപ്പ് കാണുന്നു. അതായത് നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിന് ഒരു ചെറിയ ഡിം സംഭവിച്ചിരിക്കുന്നു. ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. എന്നാൽ ഇതൊരു ഗ്രഹം കാരണമാണെങ്കിൽ വീണ്ടും ഇതേ രീതിയിൽ ഇതേ തീവ്രതയിൽ ഡിപ്പ് സംഭവിക്കണം. അതായത് ഗ്രഹം നക്ഷത്രത്തെ ചുറ്റി വീണ്ടും അതിൻ്റെ മുന്നിലെത്തുമ്പോൾ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്സിന് ഒരു ചെറിയ ഡിം സംഭവിക്കും. അവർ അതിനായി കാത്തിരുന്നു. 24.7 ഡേയ്സിന് ശേഷം മെയ് മാസത്തിൽ രണ്ടാമത്തെ ട്രാൻസിറ്റ് ഡിപ്പ് സംഭവിച്ചു. അതെ, അതൊരു എക്സോ പ്ലാനറ്റ് ആണ്. അങ്ങനെ അവർ ഒരു പുതിയ എക്സോ പ്ലാനറ്റ് കണ്ടെത്തിയിരിക്കുന്നു. LHS 1140b എന്നാണ് ഈ എക്സോ പ്ലാനറ്റ് അറിയപ്പെടുന്നത്. മറ്റ് എക്സോ പ്ലാനറ്റുകളിൽ നിന്ന് ശാസ്ത്രജ്ഞർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്ലാനറ്റാണിത്. എന്താണ് ഈ എക്സോ പ്ലാനറ്റിനെ മറ്റ് എക്സോ പ്ലാനറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഇതൊരു സൂപ്പർ എർത്ത് ആണെന്നുള്ളതാണ്. അതെ, മറ്റൊരു ഭൂമി. ഭൂമിയിലേതുപോലെ ഇവിടെയും ജീവനുണ്ടാകുമോ? ഈ ഗ്രഹത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് വളരെയധികം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 24.7 ഡേയ്സിന് ശേഷമാണ് സെക്കൻഡ് ഡിപ്പ് രേഖപ്പെടുത്തിയത്. അതിനർത്ഥം ഗ്രഹം നക്ഷത്രത്തെ ചുറ്റി വരാൻ 24.7 ഡേയ്സ് എടുക്കും എന്നാണ്. നമ്മുടെ എർത്തിൽ ഇത് 365 ദിവസമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെർക്കുറിക്ക് ഇത് 88 ഡേയ്സ് ആണ്. അതായത് ഓർബിറ്റൽ പീരീഡ് കുറവാണെങ്കിൽ ഒരു ഗ്രഹം നക്ഷത്രത്തോട് അടുത്തും കൂടുതലാണെങ്കിൽ അകലെയുമായിരിക്കും. ഇവിടെ LHS 1140bയുടെ ഓർബിറ്റൽ പീരീഡ് 24.7 ഡേയ്സ് മാത്രം ആയതിനാൽ അത് അതിൻ്റെ ഹോസ്റ്റ് സ്റ്റാറിനോട് വളരെ അടുത്തായിരിക്കും. ശരിക്കും നക്ഷത്രത്തോട് വളരെ അടുത്താണ് ഗ്രഹമെങ്കിൽ അവിടെ ജീവൻ പ്രതീക്ഷിക്കേണ്ട എന്നാണ്. കാരണം നക്ഷത്രത്തിൽ നിന്നുള്ള അതിഭയങ്കരമായ ടെമ്പറേച്ചറും റേഡിയേഷനും കാരണം ഗ്രഹം ചുട്ടുകൊള്ളുന്ന അവസ്ഥയിലായിരിക്കും. നമ്മുടെ മെർക്കുറി ഇതുപോലെയാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇതൊരു സാധാരണ നക്ഷത്രമല്ല. M ടൈപ്പ് റെഡ് ഡാർഫ് ആണ്. റെഡ് ഡാർഫ് സ്റ്റാറുകളുടെ വലിപ്പം മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. 2500 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ സൂര്യൻ്റെ ടെമ്പറേച്ചർ 5500 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരും. അതായത് റെഡ് ഡാർക്ക് സ്റ്റാറുകൾ പൊതുവെ വലിപ്പം കുറവുള്ളതും താപനില തീരെ കുറവുമായ നക്ഷത്രങ്ങളാണ്. അതിനാൽ ഇങ്ങനെയുള്ള സ്റ്റാറിൻ്റെ ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തോട് വളരെ അടുത്തായിരിക്കും. LHS 1140b എന്ന എക്സോ പ്ലാനറ്റ് ഹാബിറ്റബിൾ സോണിലാണുള്ളത്. ഹാബിറ്റബിൾ സോണിനായതുകൊണ്ട് തന്നെ ഇവിടെ ലിക്വിഡ് വാട്ടർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഇവിടെ ഒരു വലിയ കടൽ തന്നെ ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നക്ഷത്രത്തോട് വളരെ അടുത്തായതിനാൽ ഇതൊരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. വാതക ഭീമന്മാരായ ഗ്രഹങ്ങൾ നക്ഷത്രത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കും രൂപപ്പെടുക. ഞാൻ എൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റെഡ് ഡാർക്ക് സ്റ്റാറുകളുടെ ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തോട് വളരെ അടുത്തായിരിക്കുമെന്ന്. ഇവിടെയുള്ള ഗ്രഹങ്ങൾ ടൈഡലി ലോക്കാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നും. LHS 1140b എന്ന ഈ എക്സോ പ്ലാനറ്റും അതിൻ്റെ നക്ഷത്രവുമായി ടൈഡലി ലോക്കാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഗ്രഹം നക്ഷത്രത്തോട് ടൈഡലി ലോക്കാണെങ്കിൽ അതിൻ്റെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് അഭിമുഖമായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ മെർക്കുറിയുടെ നക്ഷത്രത്തിന് നേരെയുള്ള ഗ്രഹത്തിൻ്റെ വശം ചൂട് കാരണം ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും. എന്നാൽ മെർക്കുറിയിൽ അനുഭവപ്പെടുന്ന അത്രയും ടെമ്പറേച്ചർ LHS 1140b എന്ന പ്ലാനറ്റിൽ ഉണ്ടാകില്ല. ഇതിന് കാരണം ഇതിൻ്റെ ഹോട്ട് സ്റ്റാറായ LHS 1140 ഒരു കൂൾ റെഡ് ഡാർഫ് ആണെന്നുള്ളതാണ്. എന്നിരുന്നാലും ഗ്രഹത്തിൻ്റെ ഈ ഭാഗത്ത് ലിക്വിഡ് വാട്ടർ പോസിബിൾ അല്ല. നക്ഷത്രത്തിന് എതിരെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ വശത്ത് താപനില തീരെ കുറവായിരിക്കും. ഇവിടെ ജലമുണ്ടെങ്കിൽ അത് പൊതുവെ ഐസ് രൂപത്തിലായിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇവിടെ ഒരു ഓഷ്യൻ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്?
ഗ്രഹം നക്ഷത്രവുമായി ടൈഡലി ലോക്കായതിനാൽ ഒരു സൈഡിൽ എപ്പോഴും ഡേയും മറു സൈഡിൽ എപ്പോഴും നൈറ്റുമായിരിക്കും. എന്നാൽ ഡേ ആൻഡ് നൈറ്റിന് ഇടയിലുള്ള സ്ഥലങ്ങൾ അഥവാ ടെർമിനേറ്റർ ലൈനിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണുള്ളത്. ഇവിടെ ലിക്വിഡ് വാട്ടർ പോസിബിൾ ആണ്. ഇവിടെ ഐസിൻ്റെ അടിയിൽ ലിക്വിഡ് വാട്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഓഷ്യൻ തന്നെ ഉണ്ടാകാം. ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ സോണിൽ സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ കാരണം ലൈഫ് ഉണ്ടാകാം എന്നാണ്. LHS 1140b എന്ന എക്സോ പ്ലാനറ്റ് ടൈഡലി ലോക്കാണെങ്കിൽ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് എതിരെയാണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ടെമ്പറേച്ചർ വളരെ കുറവായതിനാൽ ജലം ഐസിൻ്റെ രൂപത്തിലായിരിക്കും. എന്നാൽ നമ്മുടെ എർത്തിലെയും വീനസിലെയും പോലെ തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ഈ ഐസ് ഉരുകി ഇവിടെ ലിക്വിഡ് വാട്ടർ ഉണ്ടാകും. ഗ്രഹത്തിൽ തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ വിൻഡും എയർ കറണ്ടും വഴി ഗ്രഹത്തിലെ ഹോട്ട് സൈഡിൽ നിന്നും കോൾഡ് സൈഡിലേക്ക് ഹീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഇത് അവിടെയുള്ള ഐസ് ഉരുകാൻ കാരണമാകും. മറ്റു കാരണങ്ങൾ വഴിയും നക്ഷത്രത്തിന് എതിരെ നിൽക്കുന്ന കോൾഡ് റീജിയണിൽ ലിക്വിഡ് വാട്ടർ സാധ്യമാണ്. പ്ലാനറ്റിൻ്റെ കോറിൽ നിന്നുള്ള ഹീറ്റ് വഴി ഇവിടെ ഐസ് ലെയറിൻ്റെ അടിയിൽ ലിക്വിഡ് വാട്ടർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വോൾക്കാനിക് അല്ലെങ്കിൽ ജിയോ തെർമൽ ആക്ടിവിറ്റി വഴി ഹോട്ട് സ്പോട്ടുകൾ വാം കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയുണ്ടാകുന്ന ഹൈഡ്രോതെർമൽ വെന്റുകളിൽ ജീവനുണ്ടാകാം. നമ്മുടെ എർത്തിലും സമുദ്രങ്ങളുടെ വളരെ അടിയിൽ ഹൈഡ്രോതെർമൽ വെന്റുകൾ ഉണ്ട്. ഇവിടെ ജീവൻ സാധ്യമാണല്ലോ. LHS 1140bയുടെ മാസും സൈസും ശാസ്ത്രജ്ഞർ കണ്ടെത്തി കഴിഞ്ഞു. ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്ലാനറ്റിൻ്റെ സൈസ് കണ്ടെത്താൻ സാധിക്കും. ഗ്രഹം നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് കുറച്ച് ലൈറ്റ് ബ്ലോക്ക് ചെയ്യും. ഈ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് മനസ്സിലാക്കിയാൽ പ്ലാനറ്റിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഗ്രഹത്തിൻ്റെ മാസ് കണ്ടെത്താൻ ഡോപ്ലർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് എൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സോ പ്ലാനറ്റിൻ്റെ മാസ് 6.9 ടൈംസ് എർത്ത് മാസും സൈസ് 1.7 ടൈംസ് എർത്ത് റേഡിയസുമാണ്. അതായത് ഇതൊരു സൂപ്പർ എർത്താണ്. LHS 1140b സ്റ്റാറിനോട് വളരെ അടുത്താണെങ്കിലും ഇതൊരു കൂൾ റെഡ് ഡ്വാർഫ് ആയതിനാൽ ഗ്രഹത്തിന് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ജെയിംസ് വെബ് പോലുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഗ്രഹത്തിൽ ലൈഫ് ഉണ്ടെങ്കിൽ അത് മൈക്രോബിയൽ ലൈഫ് ആവാനാണ് കൂടുതൽ സാധ്യത. കാരണം മനുഷ്യനെ പോലുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടാവണമെങ്കിൽ അതിന് എർത്തിലെ പോലെ അത്രയും സൂട്ടബിളായിട്ടുള്ള സാഹചര്യം ആവശ്യമാണ്. ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളിൽ ഇൻ്റലിജൻറ്റ് ലൈഫ് പരിണമിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ ഗ്രഹത്തിൽ വന്ന് കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടാകാം, നമ്മൾ ചൊവ്വ ഗ്രഹത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ.